ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് കോതമംഗലത്തു നിന്നാണ് ഞാൻ കോളേജിലേക്ക് പോകാനുള്ള ബസ് കയറുന്നത്. കോളേജ് ബസ് കോതമംഗലം വരെയാണ് ഉള്ളത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. അതിനുശേഷം കോളേജിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഓരോരോ തിരക്കുകളുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഒരുപാട് അവധി വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ഒന്ന് കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സ്റ്റുഡൻസിനെയൊക്കെ കാണാം, അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയൊക്കെ കാണാം. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചൊക്കെ ചെയ്ത് സൈൻ ചെയ്ത് രാവിലെ തന്നെ നമ്മളുടേതായ തിരക്കുകളിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും രാവിലെ എന്ന് പറയുന്നത് കുറച്ച് റഷുള്ള ഒരു ടൈമായിരിക്കും. കാരണം സ്റ്റുഡൻസ് കറക്റ്റ് ടൈമിൽ വന്നുണ്ടോ, ഫസ്റ്റ് അവർ ലേറ്റ് ആവാതെ തന്നെ ക്ലാസ്സിൽ എൻ്റർ ചെയ്യണം. പിന്നെ ഒരു ഫസ്റ്റ് അവർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂഷ്വലി ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ രാവിലത്തെ ഒരു റഷാണ് കാണുന്നത്. എല്ലാവരും ഒക്കെ വരുന്നുള്ളൂ. കോളേജ് ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കോളേജിലെത്തും. പിന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ബാക്കിയുള്ള പല റൂട്ടിൽ നിന്നുള്ള കോളേജിലേക്ക് എത്തുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോളേജിൽ തന്നെ ഒരു സെമസ്റ്ററിൻ്റെ സെമസ്റ്ററാണ് ഇപ്പോൾ നടക്കുന്നത്. 5th സെമ്മിൻ്റെയൊക്കെ എക്സാംസൊക്കെ അടുത്ത് വന്നു. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് സ്റ്റുഡൻസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും ഒഴിവാക്കാതെ പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടി അതിനുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. പിന്നെ ഇടയ്ക്ക് വന്നൊരു ചായയൊക്കെ കുടിച്ചു, അതുപോലെ തന്നെ സ്നാക്സൊക്കെ കഴിച്ചു. ഇതാണ് നമ്മുടെ ഒരു ചെറിയ കഫ്റ്റീരിയ. ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിഫ്രഷ്മെൻ്റാണ്. പിന്നെയും തിരിച്ചു വന്ന് നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം പോർഷനൊക്കെ തീർത്ത് നമുക്ക് ഒരുപാട് ഫയൽ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കിലാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെയും തിരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ച് പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ നമുക്ക് പിന്നെയും നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. കാരണം ഇതൊരു ശരിക്കും ഒരു റഷുള്ള ടൈമാണ്. എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ തിരിച്ച് കോളേജസിന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ കോതമംഗലം എത്തിയിട്ട് പിന്നെയും എൻ്റെ നാട്ടിലേക്ക് വേറൊരു ബസ് കയറണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ എത്തുന്നത് ഒരു റിലാക്സിങ് ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ റീൽസിലൊക്കെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മിനി സ്വിറ്റ്സർലൻഡിൻ്റെ ചെറിയൊരു വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഫുൾ അങ്ങനെയുള്ളൊരു പുൽമൈതാനി പോലെ കുറച്ച് സ്ഥലമാണ് കേട്ടോ. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആ ഒരു പോർഷനൊക്കെ കഴിഞ്ഞ് തട്ടേക്കാട് പാലമൊക്കെ എത്തി. പിന്നെ നമ്മൾ സ്വന്തം നാട്ടിലേക്ക് എത്താണ്. ഇതൊരു ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റാണ്. നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. നമ്മുടെ വർക്ക് ലൈഫ് അല്ലെങ്കിൽ സിറ്റി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയതിൻ്റെ സന്തോഷം. ഇന്നൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.